ദൈവനാമത്തിന് മഹത്വം. ഇടുക്കി എന്ന മലമ്പ്രദേശത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു കുടുംബം യേശു രക്ഷിതാവെന്ന് സ്വീകരിച്ച് വിശ്വാസ ജീവിതത്തിലേക്കുള്ള കടന്നുവരവാണ് ഈ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു. അച്ഛൻ സണ്ണിച്ചായൻ, അമ്മ റോസമ്മ, മകൻ റോഷൻ, പിന്നെ ഡോക്ടർ. അമ്മ ചായയുമായി രാവിലെ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. സണ്ണിച്ചായ, നമുക്ക് പള്ളിയിൽ പോകണ്ടേ? വേഗം റെഡിയാക്, ഞാൻ പോയി മോനെ വിളിക്കട്ടെ. മകനെ വിളിക്കാനായി അമ്മ മുറിയിലേക്ക് ചെന്ന് അവൻ്റെ വാതിലിൽ തട്ടുന്നു. റോഷ എഴുന്നേൽക്ക്, നമുക്ക് പള്ളിയിൽ പോകാൻ സമയമായി. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. മകൻ വാതിൽ തുറന്ന് അമ്മയോട് ദേഷ്യപ്പെടുന്നു. എന്താ എന്തിനാ ഇങ്ങനെ വാതിൽ തട്ടുന്നേ? ഞാൻ എവിടെയും വരുന്നില്ല, നിങ്ങളങ്ങ് പോയാൽ മതി. നീ എത്ര നാളായി ഒന്ന് പള്ളി വന്നിട്ട്? വേഗം റെഡിയാക്, നമുക്ക് പോണം. ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത്, ഞാൻ എങ്ങും വരുന്നില്ല, നിങ്ങളങ്ങ് പോയാൽ മതി. എനിക്ക് പള്ളി വരാൻ ഇഷ്ടമല്ല. ഇത് പറഞ്ഞുകൊണ്ട് മകൻ മുറിയിലേക്ക് പോയി. അമ്മ ഉടനെ അച്ഛനെ വിളിച്ചു. മകൻ വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹത്തോട് മകനെ ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടു. ഇച്ചാൻ ഇങ്ങോട്ട് വന്നേ. അവൻ പള്ളി വരുന്നില്ലെന്ന് അവനോട് പറ. പള്ളി വരാൻ. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകാനാ? എന്താ ഇവിടെ ബഹളം? നിനക്കെന്താടാ പള്ളിയിൽ വന്നാൽ? ഞാൻ വരുന്നില്ല, അത്രേ ഉള്ളൂ. എനിക്ക് പള്ളിയിൽ വരാൻ ഇഷ്ടമല്ല. കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. ഞാൻ അന്നേ പറഞ്ഞത് ആ പിള്ളേരുമായിട്ട് കൂട്ടുകൂടുന്നത്. അവരുടെ കൂടെ ചേർന്ന് ഇവന്റെ സ്വഭാവം അങ്ങ് മാറി. എൻ്റെ കൂട്ടുകാരെ ഒന്നും പറയണ്ട, അവരെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. റോഷൻ ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും മുറിയിൽ കയറി വാതിലടച്ചു. തൻ്റെ മകൻ്റെ പ്രവൃത്തി കണ്ട് മനം നൊന്ത് നിൽക്കുന്ന മാതാപിതാക്കൾ. നീ വിഷമിക്കണ്ട, നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാകും. ദൈവം ഇതൊക്കെയും കാണുന്നുണ്ടല്ലോ. അങ്ങനെ റോസമ്മയും സണ്ണിച്ചായനും കൂടെ പള്ളിയിലേക്ക് പോകുന്നു. അവർ പള്ളിയിലേക്ക് പോയ സമയം നോക്കി അവൻ്റെ കൂട്ടുകാരുമായി പുറത്തേക്ക് പോയി. എടാ, നീ എവിടെയാ? സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? പൈസയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പള്ളിയിൽ പോയ റോസമ്മയും സണ്ണിച്ചായനും മടങ്ങി വീട്ടിലേക്ക് എത്തി. ഞാൻ പോയി അവൻ എന്തിയെ നോക്കട്ടെ. മുറിയിൽ പോയി റോഷനെ നോക്കി അമ്മ അവനെ കാണുന്നില്ല എന്നറിഞ്ഞ് എല്ലായിടവും നോക്കി മടങ്ങി വന്നു. സണ്ണിച്ചായ, അവൻ ഇവിടെ കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കി എവിടെയാണെന്ന്. നീ ശരിക്കും നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ലെന്നേ, ഞാൻ ഇവിടെ എല്ലായിടവും നോക്കി, അവൻ എവിടെയും കാണുന്നില്ല. അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അലമാരയുടെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന പൈസ കാണുന്നില്ല എന്നറിഞ്ഞ അമ്മ. അയ്യോ ഇച്ചായ, ഇവിടെ സൂക്ഷിച്ചിരുന്ന പൈസ കാണുന്നില്ല. നീ എന്താ ഈ പറയുന്നത്? ശരിക്കും നോക്കിക്കേ, ഇന്നത് കൊടുക്കേണ്ട അവസാന ദിവസമാ. ഇല്ലെന്നേ, ഇവിടെങ്ങും കാണുന്നില്ല. അവൻ അതും എടുത്തോണ്ടാണോ പോയെന്നറിയില്ല. അങ്ങനെ അവർ വിഷമത്തോടെ ലോൺ അടയ്ക്കാനുള്ള പൈസ നഷ്ടപ്പെട്ടതിനെയും തൻ്റെ മകൻ്റെ പ്രവൃത്തിയെയും കണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നു. സമയം ഇത്ര വൈകിട്ടും അവനെ കാണുന്നില്ലല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂട്ടുകാരുമായി വീട്ടിൽ കടന്നു വരുന്ന റോഷൻ. ശരിടാ, എന്നാ പിന്നെ കാണാം. കയ്യിൽ മയക്കുമരുന്നുമായി കടന്നു വരുന്ന റോഷനെ കാണുന്ന അച്ഛൻ. അവിടെ നിൽക്ക്. എന്താ നിന്റെ കയ്യിൽ? ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഇതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ? നിന്നെ ഞങ്ങൾ ഇങ്ങനെയാണോ വളർത്തിയത്? എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടാൻ വരണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഇത്ര സമയം നീ എവിടെയായിരുന്നു? ഇവിടെ ഇരുന്ന പൈസ എവിടെ? ഇന്ന് ലോൺ അടയ്ക്കേണ്ടതായിരുന്നു. പൈസയൊന്നും ഞാൻ എടുത്തിട്ടില്ല. എടുത്താൽ തന്നെ അത് എൻ്റെയും കൂടെ അല്ലേ. നീ എന്തുവാടാ ഈ പറയുന്നത്? ഇങ്ങനെയാണോ അച്ഛനോട് സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. അവൻ ദേഷ്യത്തോടെ അച്ഛനെ തള്ളിയിട്ടു. മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു. അവൻ ഈ പറഞ്ഞത് കേട്ടോ? നമ്മളിനി എന്തു ചെയ്യും? അങ്ങനെ മകന്റെ പ്രവൃത്തി കണ്ട് വിഷമത്തോടെ മാതാപിതാക്കൾ മുറിയിലേക്ക് പോയി. ആ രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവർ എങ്ങനെയോ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം റോസമ്മ തൻ്റെ മകനെ അടുത്ത് കാപ്പി കൊടുക്കാൻ പോയപ്പോൾ വാതിലുകൾ തുറന്നിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന മകനെയാണ് കണ്ടത്. ഉടനെ അവൾ മുറിയിലേക്ക് ഓടി സണ്ണിച്ചായനെ വിളിച്ചു. ഇച്ചായ, ഓടിവാ, അവൻ എഴുന്നേൽക്കുന്നില്ല. എന്താണെന്ന് വന്ന് നോക്കിക്കേ. വേഗം വണ്ടി വിളിക്കുക, അവൻ ആശുപത്രി കൊണ്ടുപോവാ, എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കേണ്ട, നമുക്ക് കൊണ്ടുപോവാം. അങ്ങനെ ആശുപത്രിയെത്തി അവർ ഡോക്ടറെ കാണുന്നു. എന്താണ് മോന് പറ്റിയത്? എന്താണെന്ന് അറിയില്ല ഡോക്ടർ. രാവിലെ നോക്കിയപ്പോൾ ബോധമില്ലാതെ കിടക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോൻ ലഹരി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, അവൻ അങ്ങനൊന്നും ചെയ്യുകയില്ല. ഇദ്ദേഹം അമിതമായി ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞത്. അല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇവന്റെ ബ്രെയിൻ ഫങ്ഷൻ കുറവാണ്. അമിത ലഹരിയാണ് ഇതിന് കാരണം. ഇത് ശരിയാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഡോക്ടർ? നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ബ്രെയിൻ്റെ പ്രവർത്തനങ്ങൾ പകുതിയോളം നഷ്ടമായിരിക്കും.
മകൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിഞ്ഞ് ഇനി അവനെ തിരികെ കിട്ടില്ലെന്നുള്ള വിഷമത്തോടെ മനസ്സ് തകർന്ന് മാതാപിതാക്കൾ അവനുമായി വീട്ടിലേക്ക് മടങ്ങി. ഡോക്ടർ നമ്മളെ കൈവിട്ട് ഇനി എങ്ങോട്ടാ പോകുന്നത്? നമ്മളെ ഇനി ആര് രക്ഷിക്കും? നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ആ മാതാപിതാക്കൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അവർ പോകാത്തതും പ്രാർത്ഥിക്കാത്തതുമായ സ്ഥലമില്ല. അവർ അവരുടെ മകനെ എങ്ങനെ സൗഖ്യമാക്കുമെന്നുള്ള ചോദ്യത്തോടെ കുറേ ദൂരം നടന്നു. അപ്പോഴാണ് അവളുടെ കയ്യിൽ ഒരു നോട്ടീസ് കിട്ടിയത്. ഇച്ചായ, ഇത് നോക്കിക്കേ, എന്തോ ഉണർവ് യോഗവും രോഗസൗഖ്യമെന്നുണ്ടല്ലോ. നമുക്കൊന്ന് പോയി നോക്കാം. അതൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ പോകാം. നീ വാ, ഇതൊന്നും ശരിയാവില്ല. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവസാനമായി എവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. എനിക്കാണേലും അടുത്തു, ഇനി ഇതും കൂടി നോക്കാം. ബാക്കി എന്തായാലും ആവട്ടെ. അങ്ങനെ അവർ ആ യോഗത്തിലെത്തി. അപ്പോൾ ഒരു സുവിശേഷകൻ അവരുടെ അടുത്ത് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കുടുംബത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിഷയങ്ങൾക്കൊരു വിടുതൽ കൊടുത്ത് ആശ്വസിപ്പിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. അവർ വീട്ടിൽ മടങ്ങിയെത്തി, ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. തൻ്റെ മകനെ ഈ ദൈവം വിടുവിക്കുമെന്ന് വിശ്വസിച്ച് അവർ മുറിയിലേക്ക് പോയി. എന്തായാലും പാസ് പറഞ്ഞതല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദൈവം നമ്മുടെ മകനെ വിടുവിക്കും. അന്ന് രാത്രി റോഷന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ മാലാഖയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മകനെ 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 എന്നുള്ള മാലാഖയുടെ ശബ്ദം കേട്ട് റോഷൻ ഞെട്ടിയുണർന്നു. ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അപ്പോൾ അവന്റെ തോളിൽ വന്ന് ആ മാലാഖ സ്പർശിച്ചു. മകനെ, നീ എഴുന്നേൽക്കുക. നിന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച അപേക്ഷ ദൈവം കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ഇനി നീ മുഖാന്തരം അനേക യൗവനക്കാർ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് മടങ്ങി വരണം. നിന്നെ വിടുവിച്ച ദൈവത്തെക്കുറിച്ച് അനേകരോട് പറയണം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇത് കേട്ട് റോഷൻ തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവായ യേശു ക്രിസ്തുവേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം എന്നോട് നീ ക്ഷമിക്കണമേ. ഇന്നു മുതൽ എൻ്റെ മരണം വരെയും ഞാൻ യേശു ക്രിസ്തുവിനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. റോസമ്മയും സണ്ണിച്ചായനും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാൽക്കൽ വീണ് റോഷൻ മാപ്പ് പറയുന്നു. ഇന്നലെ രാത്രി നടന്നത് അവൻ അവരോട് വിശദമായി പറഞ്ഞു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. റോഷ, എഴുന്നേക്ക്. നിനക്ക് എങ്ങനെ നടക്കാൻ സാധിച്ചു? എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്നലെ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് ഇടപെട്ടു. ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം ക്ഷമിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ റോഷന്റെ സൗഖ്യവും മടങ്ങിവരവും കണ്ട് മാതാപിതാക്കളും റോഷനും സന്തോഷിച്ചു. അവർ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ കഥയിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചത്